I begin to I begin to ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനക ഗൗതം വ്ലോഗ്. അപ്പോൾ കുറച്ച് ദിവസമായാലോ വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ട്. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ലോഗാണ് കേട്ടോ. ഒരു ദിവസം മൊത്തത്തിൽ എടുക്കാൻ പറ്റിയില്ല. ഉച്ച തൊട്ട് വൈകിട്ട് വേറെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഓൾറെഡി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ മറ്റേ തക്കാളിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊന്നും എനിക്കറിയില്ല, രാവിലെ ഞാൻ അത് തന്നെ കഴിച്ചു കേട്ടോ. അതിൻ്റെ റെസിപ്പി, അതായത് നമ്മൾ മില്ലറ്റ് വെച്ച് ചെയ്യുന്ന തക്കാളിച്ചോറാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കയറി കാണാൻ മറക്കരുത് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ രാവിലെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്നിട്ട് മീൻ വാങ്ങാനാണ് വന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ മീൻ വാങ്ങാൻ വന്നപ്പോൾ ഇവിടെ നല്ല ഫിലോപ്പിയയും പിന്നെ നല്ല കരിമീനും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മെയിനായിട്ട് ഇവിടുന്ന് കായൽ മീനാട്ടോ വാങ്ങണേ. അപ്പോൾ അത് രണ്ടുമാണ് ഞങ്ങളിന്ന് വാങ്ങിയത്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ബ്ലെസ്സിങ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ അവർ കട്ട് ചെയ്ത് തരും കേട്ടോ. മാത്രമല്ല അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരിക്കും കട്ട് ചെയ്ത് തരുന്നത്. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് നല്ല ഉപ്പൊക്കെ ഇട്ട് കഴുകി അങ്ങ് എടുത്താൽ മതി. പിന്നെ അതിൻ്റെ മേലിൽ ചെതുമ്പൽ കളയുക, ക്ലീനിങ്, അങ്ങനെയുള്ള ഒരു സംഭവമില്ല. അത്രയും നല്ലതായിട്ടാണ് രണ്ട് ചേച്ചിമാർ ഇന്നത് കട്ട് ചെയ്ത് തരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്നതിന് ഒരു 20 രൂപ 1 കിലോയ്ക്ക് അങ്ങനെ ഒരു റേറ്റിൽ കൊടുത്താൽ മതി. എന്നാലും സാരമില്ല, പണി ഒഴിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മളിതേ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ രാവിലെ പോകുന്നതിന് മുന്നേ 1 ഗ്ലാസ് വെള്ളത്തിൽ 1.5 ടീസ്പൂൺ ചിയാ സീഡ് ഒന്ന് കുതിർക്കാൻ ഇട്ടിട്ട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ട് അതാണ് കുടിക്കുന്നത്. അറിയാലോ, ഞാൻ ഡയറ്റിലാണല്ലോ ഇപ്പോൾ. അപ്പോൾ എൻ്റെ ഡയറ്റ് ഷോർട്സിൽ ഞാനെല്ലാം അപ്ഡേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് കാണുന്നുണ്ടെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഫിലോപ്പിയ എടുക്കുന്നില്ല, അതങ്ങ് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നാരൂന് കരിമീൻ കറീനേക്കാളും ഫ്രൈ ചെയ്യുന്നതാണ് ഇഷ്ടം. കരിമീൻ കറി വെച്ചാൽ അത്ര ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഈ കരിമീൻ എടുത്ത് ഫ്രൈയും ചെയ്ത് പരിപ്പ് കറിയും വെക്കാനാണ് കേട്ടോ കരുതിയത്. അപ്പോൾ കരിമീനെല്ലാം നല്ല രീതിയിൽ കഴുകി വരഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൽ മസാലയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി, എൻ്റെ കയ്യിൽ ചെറിയ സ്പൂൺ അതിൻ്റെ ഇട്ടാണ് ഞാനല്ല മുളക് പൊടി ഇടുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന്, നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ മുളക് പൊടി ചേർക്കുക. പിന്നെ അതിലേക്ക് കരിമീൻ, ഫിലോപ്പിയ അങ്ങനെയുള്ള മീനൊക്കെ നമ്മൾ കുരുമുളക് പൊടിയും പിന്നെ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് ഇത്തിരി കൂടുതൽ ചേർക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ അതും ചേർത്തു, ആവശ്യത്തിന് ഉപ്പും ചേർത്തു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ ചേർക്കുക. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു, എനിക്ക് പിന്നെ മടിയായതുകൊണ്ട് ഞാൻ പിന്നെ അത് ചെയ്തില്ല. കാരണം പോയിട്ടൊക്കെ വന്നപ്പോൾ തന്നെ ഒരു സമയമായി. പിന്നെ ഇത് വെക്കുക, എന്നിട്ട് 1.5-2 മണിക്ക് മുന്നേ എൻ്റെ ഫുഡ് കഴിയണമല്ലോ. അപ്പോൾ അതിന് മുന്നേ നാരൂൻ്റെ ആക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചതയ്ക്കാനും എടുക്കാനും ഒന്നും നിന്നില്ല കേട്ടോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ അങ്ങ് വെക്കുമായിരുന്നു. അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ വെക്കുക കേട്ടോ. 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കും കരിമീൻ കഴിക്കണമല്ലോ. അപ്പോൾ ഇവിടെ നാരൂനുള്ള മീൻ ഞാൻ എണ്ണയിലൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ നാരൂന് നല്ല മുഴുകണം കേട്ടോ, മുരിഞ്ഞ് കിട്ടണം മീൻ. അപ്പോൾ എൻ്റേത് ഞാൻ കുറച്ചൊന്ന് ഓയിൽ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് ഗ്രില്ല് പോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, തീ കുറച്ചിട്ടാൽ മതി. ഇത് പയ്യെ ഫ്രൈ ആയി വരും. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിൽ പിടിക്കില്ലല്ലോ. അപ്പോൾ ഇവിടെ നാരൂൻ്റെ മീനാവുന്നുണ്ട്. അപ്പോൾ അവന് ഇത് ഉച്ചയ്ക്കും രാത്രിത്തേക്കും കൂടെയൊക്കെ ഉള്ളതായിട്ടോ. അപ്പോൾ ആൾ ഇങ്ങനെ അങ്ങ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, എളുപ്പമായിരിക്കും. അപ്പോൾ എൻ്റെ മീൻ ഒരു സൈഡായപ്പോൾ ഞാൻ തിരിച്ചിട്ടേ കണ്ടില്ലേ. ഇതേപോലൊക്കെ നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ നല്ലൊരു പാത്രം വേണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മീൻ ഫ്രൈ റെഡിയാണ്. പിന്നെ നാരൂന് മോര് കാച്ചിയതുമുണ്ട്. പിന്നെ അത് സവാളയും എല്ലാം കൂടിയിട്ട് ഒരു ഉള്ളിക്കറി പോലെ ചെയ്തതാണ് കേട്ടോ. പിന്നെ പരിപ്പ് കറിയുണ്ട്. മീൻ ആ ഒരു ഗ്രില്ല് പോലെ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ തക്കാളിച്ചോറ് ഉച്ചക്കത്തേക്ക് ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ ഉച്ചക്കത്തെ ഫുഡെന്ന് പറഞ്ഞാൽ കുറച്ച് ഈ തക്കാളിച്ചോറ്, ഇതിൽ നിറച്ച് ക്യാരറ്റ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ഇട്ട വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയറിയാം, ഇതിൽ ക്യാരറ്റില്ല, ഇതിൽ ഞാൻ എക്സ്ട്രാ കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഉള്ളിയൊക്കെ വെച്ചിട്ട് കറി പോലുള്ളതും കുറച്ച് എടുത്തിട്ടുണ്ട്. സാലഡ് പോലെ ചെയ്തതാണ് കേട്ടോ അത്. പിന്നെ ഒരു മീനും എടുത്തിട്ടുണ്ട്. അതാണ് ഉച്ചയ്ക്ക് എൻ്റെ ഒരു ഫുഡ്. നാരൂന് ഞാൻ ഇവിടെ ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ പരിപ്പ് കറിയാണ് കേട്ടോ. നാരൂൻ്റെ ഒരു സ്പെഷ്യൽ പരിപ്പ് കറിയാണ് ഇത്. നാരൂൻ്റെ റെസിപ്പിയാണ്. പക്ഷെ ഞാനാണ് ഇത് ചെയ്തത്. പക്ഷേ ഇത് നാരൂന് ഭയങ്കര ഇഷ്ടമാട്ടോ. സംഭവം നല്ലതാണ്, എളുപ്പവുമാണ്, നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ലതാണ് കേട്ടോ അത്.
പിന്നെ അതേ മീൻ പൊരിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഉള്ളിയൊക്കെ വെച്ചിട്ട് സാലഡ് പോലെ ചെയ്തല്ലോ അതുമുണ്ട്. പിന്നെ മോര് കാച്ചിയത് നാരു സൗകര്യം പോലെ എടുത്തോളൂ കേട്ടോ. അപ്പം ഞാൻ നല്ലത് ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇടയ്ക്കൊന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈ മില്ലറ്റ് വെച്ച് തന്നെ ഇപ്പോൾ വെജ് ബിരിയാണി ആയാലും ചിക്കൻ ബിരിയാണി ആയാലും ഒക്കെ ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ റൈസായിട്ട് ഭയങ്കര വ്യത്യാസമൊന്നും തോന്നിയില്ല സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ നല്ല ആസ്വദിച്ച് മീനും ഒക്കെ ആയിട്ട് ഇന്നത്തെ നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പം ഞാൻ നിങ്ങളെ കഴിക്കുന്ന കാണിച്ച് കൊതിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം കുളിക്കണം, കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട്. കാരണം രാവിലെ ഒന്നും ചെയ്തില്ല, എല്ലാം കഴിഞ്ഞങ്ങ് പോയതായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ മാവ് അരയ്ക്കുകയാണ് കേട്ടോ. കുറച്ച് മാവ് ആട്ടാനുണ്ടായിരുന്നു. ഒരു ഫിലിം ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടു കിട്ടാ പോയിട്ട്. ആ ഫിലിം കണ്ടിട്ട് വന്നിട്ടാണ് ഞാൻ ഈ മാവ് അരയ്ക്കുന്നത്. അതായത് ദോശയ്ക്കും ഇഡ്ഡലിക്കുള്ള മാവ് ഇടയ്ക്ക് ഞാൻ ഗ്രൈൻഡറിൽ ആട്ടി വെക്കും. പക്ഷേ അത്രയൊന്നും ഇപ്പോൾ വേണ്ടല്ലോ. ഇപ്പോൾ അധികം അങ്ങനെ നാരുവേലും ഞാനായാലും കഴിക്കാത്തതുകൊണ്ട് കുറേ നാളിരിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഇന്ന് ഞാനിപ്പോൾ അല്ലാതെ മിക്സിയിൽ തന്നെ എളുപ്പത്തിന് അരച്ച് ഇനി ഗ്രൈൻഡർ എടുക്കാനുള്ളൊരു മടിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ മിക്സിയിൽ അരച്ചു. ഇനിയിപ്പോൾ ഇത് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് പൊങ്ങിയിരിക്കും. അപ്പോൾ നാളെ രാവിലത്തേക്കുള്ള എൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ റെഡി ആയിക്കോളും. അപ്പോൾ താര ഞാനൊരു പാത്രം വെച്ചിട്ടോ, എങ്ങാനും പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിൽ വീഴട്ടെ എന്നൊക്കെ കരുതിയിട്ടോ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ ഇടുകയാണ്. ചായ നാരൂന് മസ്റ്റാണല്ലോ. അപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് മിച്ചർ എടുത്ത് കൊടുത്താണ് കേട്ടോ. പിന്നെ 2 മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. അതെനിക്ക് രാത്രി കഴിക്കാനാണ്. നേരത്തെ അങ്ങ് ചെയ്തതാണ്. കാരണം പിന്നെ ഇനി സമയമാകുമ്പോൾ വന്നിടന്ന് പണി ചെയ്യേണ്ടല്ലോ. ഇനിയിപ്പോൾ നാരൂന് രാത്രിത്തേക്ക് ചോറ് തന്നെ എല്ലാ കറികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്കുള്ളതും കൂടെ ചെയ്ത് വെച്ചാൽ പിന്നെ ഇനി കിച്ചണിലോട്ട് അതിനായിട്ട് കയറണമല്ലോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ കഴുകാൻ വേണ്ടി മാത്രം കയറിയാൽ മതിയല്ലോ എന്നുള്ളൊരു ഉദ്ദേശമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചായ ആയിക്കൊണ്ടിരിക്കുക. സാധാരണ ഞാനൊക്കെ ചായ ഇടാൻ പഠിച്ചിട്ടുള്ളൂ 1/2 ഗ്ലാസ് പാലിന് 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുക, അല്ലെങ്കിൽ 1/2 ഗ്ലാസ് പാലിന് 3/4 ഗ്ലാസ് പാലെടുത്തിട്ട്, അല്ല 1/2 ഗ്ലാസ് ചായക്ക് 3/4 ഗ്ലാസ്, എന്താണ് പറയണത്, 1 ഗ്ലാസ് ചായക്ക് 3/4 ഗ്ലാസ് പാലെടുത്തിട്ട് 1/4 ഗ്ലാസ് വെള്ളം ചേർക്കുക. ഇതൊക്കെയാണല്ലോ അളവ്. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നാരൂന് നല്ല കട്ടി ചായ വേണം കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരു നുള്ള് വെള്ളം പോലും ആ ഒരു ചായയിൽ ചേർക്കാൻ പാടില്ല. അതായത് 1 ഗ്ലാസ് ചായക്കാണെങ്കിൽ 1 ഗ്ലാസ് പാല് തന്നെ ഇവിടെ നാരൂന് വേണം കേട്ടോ. കാരണം അത് തമിഴ്നാട്ടിൽ പോയി കുടിച്ചൊരു ശീലമാണ്. അവിടെ നല്ല കട്ടിപ്പാൽ കിട്ടുമല്ലോ. അപ്പോൾ നാരൂൻ്റെ ചായയും പിന്നെ മിക്സറും ഇവിടെ സെറ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞാൻ വിളക്കൊക്കെ എടുത്തൊന്ന് തേച്ച് വൃത്തിയാക്കി കഴുകുകയാണ് കേട്ടോ. അതായത് ഇനിയിപ്പോൾ വിളക്ക് എത്തിക്കണമല്ലോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കഴുകി ഇനി ഇത് കഴിഞ്ഞിട്ട് തൂത്തിട്ട് ഞാൻ പോയി കുളിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എന്നും എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. രാവിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറം കഴുകിയിട്ട് വരും, വൈകിട്ടും ഒന്ന് കുളിക്കുക. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് അധികം അങ്ങോട്ട് തല എന്നും കുളിക്കാറില്ല കേട്ടോ. അപ്പോൾ ദേ വിളക്കൊക്കെ ഇവിടെ തേച്ച് കഴുകി. അപ്പോഴത്തേക്ക് സമയം ഒരു 5 മണിയൊക്കെ ആയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഒരു പാക്കറ്റ് ഇതൊന്നും ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാക്കുകളൊക്കെ ഇടും കേട്ടോ, മാറ്റിയും തിരിച്ചും ഒക്കെ. മുന്നേ ഒരൊറ്റ പാക്ക് മാത്രമേ ഞാൻ ഇട്ടുകൊണ്ടിരുന്നുള്ളൂ. ഇപ്പോൾ പിന്നെ എൻ്റെ മുഖത്ത് മൊത്തം പിമ്പിൾസ് വന്നു പോയ പാടുകളുള്ളതുകൊണ്ട് ഞാനൊരു പാക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്നുമില്ല, വെറും അരിപ്പൊടിയും പാലും കൂടെ മിക്സ് ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ ടീ കുടിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഒരു ഫിലിമൊക്കെ കണ്ടിരുന്ന 5 മണി കഴിഞ്ഞ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോയി കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ പാപ്പുമായിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നാരും ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാരു വരുന്നതും കാത്ത് ഞങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ പാപ്പു എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ആള് കയ്യിലിരുന്നൊക്കെ ഉറങ്ങും കേട്ടോ. പാപ്പു ഭയങ്കര കുഞ്ഞാണിപ്പം, ഈ കുഞ്ഞു പിള്ളേരുടെ കണക്ക്. അപ്പോൾ നാരു വന്നപ്പം മറ്റവരുടെ ആ ഒരു വെപ്രാളവും കാര്യങ്ങളൊക്കെ കണ്ടോ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ പട്ടിക്കുട്ടികളെ വളർത്തുന്നത് ഈ ഒരു നിമിഷം കണ്ടോ, നമ്മൾ കയറി വരുമ്പോൾ അവരുടെ ഈ ഒരു സ്നേഹം ഈ ഒരു മൊമെൻറ്റിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അതായത് ഇതിൽ നമ്മുടെ എല്ലാ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിയും. ഇവരുടെ ഈ ഒരു സ്നേഹം വരുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വിഷമമോ കാര്യങ്ങളോ കൊണ്ടൊക്കെയാണ് വീട്ടിലേക്ക് വരുന്നതെങ്കിൽ ഇത് കാണുമ്പോൾ നമുക്ക് ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ്, നമ്മൾ അത്രമാത്രം അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ഇതൊക്കെയാണ്. അവരെ ആ ഒരു സ്നേഹം തന്നെ കണ്ടില്ലേ, കുറച്ച് നേരം ആയതേ ഉള്ളൂ നേരെ പോയിട്ട്. അപ്പോൾ വരുമ്പോൾ ആ ഒരു സ്നേഹം കാണിപ്പൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ ഇനി എത്ര വില കൊടുത്താലും നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.